ഹലോ മൈ ഡിയർ KSFE സ്റ്റാഫ്സ്, നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനായി ശ്രമിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ദ റൂൾ ഓഫ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഏത് അക്കൗണ്ട്സ്? ദ അക്കൗണ്ട് ഈസ് divided under two heads, the personal account and the impersonal account. And the impersonal accounts again divided under two heads, the real account and the nominal account. Personal account rule, debit to the receiver, credit to the giver. Real account rule, debit what comes in, credit what goes out. Nominal account rule, debit all expenses and losses, credit all incomes and gains. അപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. റിയൽ അക്കൗണ്ടാണ് ആൻസർ. റിയൽ അക്കൗണ്ടാണ്. എന്തൊരു അക്കൗണ്ടാണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് റിയൽ അക്കൗണ്ടാണ്. ഓക്കെ. ഇഫ് ദ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് പ്രൊപ്രൈറ്ററി ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് ബിസിനസ്, അതായത് ബിസിനസ് മാൻ തൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി പണം ഉപയോഗിച്ചു. അപ്പോൾ ബിസിനസ് മാൻ തൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി, തൻ്റെ ഭാര്യയുടെ ആവശ്യത്തിന് വേണ്ടി, തൻ്റെ പിള്ളേരുടെ ആവശ്യത്തിന് വേണ്ടി, തൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടി പണമോ ഗുഡ്സോ ഉപയോഗിച്ചാൽ അതിനെ നമ്മൾ എന്നാന്ന് പറയുന്നത്? ഡ്രോയിങ്സ്. അപ്പോൾ ആൻസർ ഡ്രോയിങ്സ് അക്കൗണ്ട്. അടുത്ത, ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ എസർട്ടൈനിങ്, ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ്. അനദർ ക്വസ്റ്റ്യൻസ്, ഇതുമായി റിലേറ്റഡ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻസ്. ആൻഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഗ്രോസ് പ്രോഫിറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ എസർട്ടൈനിങ് ഗ്രോസ് പ്രോഫിറ്റ്. അടുത്തതിലേക്ക് പോകുന്നു. സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് വിച്ച് ഡസ് നോട്ട് ഫോളോ ദ ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം ഓർ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. Every transaction has two elements or two aspects. One element should be debited and another element should be credited. That is known as the double entry principle or dual aspect principle. ഇനി ഏതെങ്കിലും ഒരു ബിസിനസ് കൺസേൺ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എന്തൊരു സിസ്റ്റം എന്ന് വിളിക്കാം? സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, അവിടെ എന്തൊരു ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യുന്നില്ല, ഡ്യുവൽ ആസ്പെക്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല. ഇതിന് സിംഗിൾ എൻട്രി സിസ്റ്റമാണ് ആൻസർ. അടുത്ത, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ്. അത് ക്യാഷ് ബുക്ക് അല്ല, പാസ്ബുക്ക് അല്ല, ഫൈനൽ അക്കൗണ്ട് അല്ല. അപ്പോൾ നൺ ഓഫ് ദ അബോവ് ആണ് ആൻസർ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കസ്റ്റമർ in order to verify the balance as per passbook and cash book. ഇതിൻ്റെ ആൻസർ നൺ ഓഫ് ദ എബോവ് ആണ്. കാര്യം ബാങ്ക് റീകൺസിലേഷനും സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് എന്താണ്? ക്യാഷ് ബുക്കോ പാസ്ബുക്കോ ഫൈനൽ അക്കൗണ്ടൊന്നും അല്ല. നൺ ഓഫ് ദ എബോവ് ആണ് ആൻസർ. അതായത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ഓർ വെരിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആൻഡ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ്. അതായത് നമ്മുടെ ഡെപ്റ്റേഴ്സിൽ സംശയം വന്നു. ഡെപ്റ്റേഴ്സിൽ സംശയം വരുന്നതാണല്ലോ ഡൗട്ട്ഫുൾ ഡെപ്സ്. അപ്പോൾ ഡൗട്ട്ഫുൾ ഡെപ്സ് ഇൻക്രീസ് ചെയ്യുമ്പം എക്സ്പെൻസ് കൂടും. അതായത് കിട്ടാക്കടം കൂടുമ്പോൾ അല്ലെങ്കിൽ സംശയമുണ്ടാകുമ്പോൾ, കിട്ടാക്കടം ഉയരുമ്പോൾ, ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തു കൂടും? എക്സ്പെൻസ് കൂടും. എക്സ്പെൻസ് കൂടിയാൽ, ചിലവ് കൂടിയാൽ എന്ത് കുറയും? ലാഭം കുറയും. അപ്പോൾ ഡിക്രീസ് ഇൻ നെറ്റ് പ്രോഫിറ്റ്. ആൻസർ ഡിക്രീസ് ഇൻ നെറ്റ് പ്രോഫിറ്റ്. ഇവിടെ പറയുന്നു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് ഇൻക്രീസ് ചെയ്യുമ്പം സംശയം കൂടുന്നു അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടുന്നു. എക്സ്പെൻസ് കൂടുമ്പം, ശ്രദ്ധിക്കണേ, എക്സ്പെൻസ് കൂടുമ്പം, ചിലവ് കൂടുമ്പോൾ ലാഭം കുറയും. എന്നാൽ തിരിച്ചായിരുന്നു വിചാരിക്കുക, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡിക്രീസ് ചെയ്യുകയെന്ന് വിചാരിക്കുക. ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ്പെൻസ് കുറയുക. എക്സ്പെൻസ് കുറഞ്ഞാൽ ലാഭം കൂടും. ഇൻക്രീസ് ഇൻ നെറ്റ് പ്രോഫിറ്റ്. അപ്പം ഇതിൻ്റെ ആൻസർ ഡിക്രീസ് ഇൻ നെറ്റ് പ്രോഫിറ്റ്. അടുത്ത, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് റിസൾട്ട് ഇൻ. അതായത് നമ്മൾ ആകെപ്പാടെ കടത്തി നിൽക്കും. അതല്ലേ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അൺഫേവറബിൾ ബാലൻസിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതിന് ഇൻട്രസ്റ്റ് ഈടാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വീണ്ടും ഓവർ ഡ്രാഫ്റ്റ് കൂടും. ഇൻക്രീസ് ഇൻ ഓവർ ഡ്രാഫ്റ്റ്. ഇൻക്രീസ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് എന്താണ്? വീണ്ടും ഓവർ ഡ്രാഫ്റ്റ് കൂടും. വീണ്ടും അതായത് ഓവർ ഡ്രാഫ്റ്റിന് പലിശ ഈടാക്കുമ്പോൾ വീണ്ടും ഓവർ ഡ്രാഫ്റ്റ് കൂടും. അടുത്ത, പ്രോഫിറ്റ് 50% ഓഫ് സെയിൽസ് ഈക്വൽ ടു. അപ്പോൾ സെയിൽസ് നമുക്കറിയത്തില്ല. എൻ്റെ സൈഡിൽ ഞാൻ എൻ്റെ കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്. സെയിൽസ് അറിയത്തില്ല. സെയിൽസിനെ 100 അസ്യൂം ചെയ്യുക. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 100 × 50 / 100 50. കോസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ 100 × 50 കുറച്ചാൽ 50.
അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. പ്രോഫിറ്റ് 50, കോസ്റ്റ് 50, അപ്പോൾ 50 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100% ആണ് ആൻസർ. ഇതൊക്കെ ആദ്യത്തെ 8 ചോദ്യവും വളരെ സിമ്പിളാണ്. 8 ചോദ്യത്തിൽ ഒരു മാർക്ക് പോലും പോകാനുള്ള സാധ്യതയില്ല. 100% ആണ് ആൻസർ. അടുത്ത ഓൺ 1/1/2016 ദ ക്യാപിറ്റൽ ഓഫ് എ ട്രേഡർ 5 ലക്ഷം. ഡ്യൂറിങ് ദ 2016 ഹി വിഡ്രൂ 80,000. പിന്നെന്താണ്, ഇൻട്രഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ? അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് ഓപ്പണിംഗ് ക്യാപിറ്റൽ 5 ലക്ഷം അല്ലേ, ഡ്രോയിങ് ആണല്ലോ 80,000. 5 ലക്ഷത്തിൽ നിന്ന് ശ്രദ്ധിച്ചോണേ, ഞാൻ എൻ്റെ കാൽക്കുലേഷൻ അയക്കുന്നില്ല, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 5 ലക്ഷത്തിൽ നിന്ന് ഡ്രോയിങ് പോയാൽ ഡ്രോയിങ് ലെസ് ആണല്ലോ ക്യാപിറ്റലിൽ നിന്ന്. 5 ലക്ഷത്തിൽ നിന്ന് 80,000 പോയാൽ 4,20,000 ശരിയല്ലേ, 4,20,000. ഇനി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നെന്ന് പറയുന്നു. അഡീഷണൽ ക്യാപിറ്റൽ 1 ലക്ഷം ഇവിടെ, അപ്പം അഡീഷണൽ ക്യാപിറ്റൽ ആകുമ്പോൾ ആഡ് ചെയ്യുവാണല്ലോ. അപ്പം 4,20,000 കൂടെ 1 ലക്ഷം ആഡ് ചെയ്യുമ്പം 4,20,000 കൂടെ ശ്രദ്ധിക്കണേ, 4,20,000 കൂടെ 1 ലക്ഷം അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്യുമ്പം നിങ്ങൾ കുറിച്ചെടുത്തോണം 5,20,000. കണക്കും പ്രകാരം അപ്പോൾ 5,20,000 ക്ലോസിംഗ് ക്യാപിറ്റൽ വരേണ്ടത്. ശ്രദ്ധിക്കണേ, കണക്കും പ്രകാരം നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ക്ലോസിംഗ് ക്യാപിറ്റൽ കണക്കും പ്രകാരം 5,20,000 വരണം. എങ്ങനെ 5,20,000 വരേണ്ടത് ഒരിക്കൽ കൂടി പറയുന്നു. 5,80,000 പോയാൽ 4,20,000. 4,20,000 1 ലക്ഷം കൂട്ടിയാൽ എത്രയാണ്? 5,20,000 വരേണ്ടത്. പക്ഷേ ഇവിടെ 5,90,000 കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസിനെ നമുക്ക് പ്രോഫിറ്റായിട്ട് എടുക്കാം. പ്രോഫിറ്റ് ആഡ് ചെയ്യുന്ന ഐറ്റം ആണല്ലോ. അപ്പോൾ 5,20,000 കൂടെ എത്ര കൂട്ടിയാൽ 5,90,000 വരും? 70,000 കൂട്ടി. അപ്പോൾ പ്രോഫിറ്റ് ₹70,000 ആണ് ആൻസർ. അടുത്ത എമൗണ്ട് എക്സ്പെൻഡഡ് ഫോർ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ഇൻ കണക്ഷൻ വിത്ത് ദ ലോഞ്ചിങ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്. അത് ഒരു ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ്. ഇത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ പ്രത്യേകത, ഇത് റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ. only a part of that expenditure is write off in profit and loss account, and balance of that expenditure shown on the asset side of balance sheet. That means the benefit of that type of expenditure through number of years. അപ്പോൾ എൻ്റെ ആൻസർ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അടുത്ത റെൻറ്റ് ഫ്രം സബ്ലെറ്റിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അവിടെ ഡൗട്ട് ഉണ്ടാവില്ലേ? നല്ലൊരു ക്വസ്റ്റൻ ആണത്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഒരിക്കൽ കൂടെ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞാൽ തോന്നുന്നു, എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു. ബാലൻസ് ഷീറ്റ് വരുന്ന കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിച്ചേക്കണേ, ബാലൻസ് ഷീറ്റിൽ വരുന്ന കാര്യമാണ് പറയുന്നത്. പറയട്ടോ, എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ. അടുത്ത എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ. നോട്ട് ചെയ്തോണം ഇതൊക്കെ, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ. അടുത്ത ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, വരുമാനം കിട്ടാറായി പക്ഷേ കിട്ടിയിട്ടില്ല. അക്രൂഡ് ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇത് ബാലൻസ് ഷീറ്റ് വരുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഞാൻ. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് എഴുതുന്നത്. അടുത്ത ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വരുമാനം മുൻകൂട്ടി സ്വീകരിച്ചു. വരുമാനം മുൻകൂട്ടി സ്വീകരിച്ചാൽ അത് ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റിയാണ്. നോട്ട് ചെയ്തേക്കണം. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ലയബിലിറ്റി. അടുത്ത കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ലൊക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 12ാമത്തെ ചോദ്യം എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് എ പ്ലസ്, പർച്ചേസ് എ പ്ലസ്, ഡയറക്റ്റ് എക്സ്പെൻസ് എ മൈനസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. അതിനകത്ത് ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല, അതുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് എ പ്ലസ്, പർച്ചേസ് എ മൈനസ്, ക്ലോസിംഗ് സ്റ്റോക്ക് എ ആണ് ആൻസർ. ഒന്നാമത്തതാണ് ആൻസർ. അടുത്ത ഓൺ 1/1/2016 സ്റ്റോക്ക് ട്രേഡ് ₹2 ലക്ഷം ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അത് പർച്ചേസ് ആൻഡ് സെയിൽസ് ഡ്യൂറിങ് 2016 എമൗണ്ട് ₹4 ലക്ഷം. അപ്പോൾ പർച്ചേസ് എത്രയാണ്? പർച്ചേസ് 4 ലക്ഷവും സെയിൽസ് 6,30,000. ഇതിൻ്റെ ഒരു ആൻസർ ഹിൻറ്റ് ഞാൻ എൻ്റെ കൂടെ അയക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോണം. ആൻസർ 13. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് റഫായിട്ട് വരയ്ക്കുക. ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 2 ലക്ഷത്തി ആൻസർ ഹിൻറ്റ് അയക്കുന്നുണ്ട്, നോക്കിക്കോണം. ഓപ്പണിംഗ് സ്റ്റോക്ക് 2,50,000. ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് 4 ലക്ഷം. ക്രെഡിറ്റ് സൈഡിൽ ബൈ സെയിൽസ് 6,30,000. ഇനി ബൈ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇനി ഇവിടെ പ്രോഫിറ്റ് തന്നിരിക്കുന്നത് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജാണ്. ശ്രദ്ധിച്ചോണേ, പ്രോഫിറ്റ് തന്നിരിക്കുന്നത് നല്ലതായിട്ട് ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് തന്നിരിക്കുന്നത് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജാണ്. പ്രോഫിറ്റ് തന്നിരിക്കുന്നത്
ശ്രദ്ധിച്ച് മനസ്സിലാക്കിയോ? പ്രോഫിറ്റ് തന്നിരിക്കുന്നത് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജാണ്. അപ്പോൾ പ്രോഫിറ്റ് തന്നിരിക്കുന്നത്, ശ്രദ്ധിച്ചോണേ, പ്രോഫിറ്റ് തന്നിരിക്കുന്ന കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ്. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണേ എങ്ങനെ ഇക്വേഷൻ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ? ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാ ചെയ്യണം? കോസ്റ്റിൽ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എന്തിലാക്കണം? സെയിൽസിലാക്കണം. അപ്പോൾ കോസ്റ്റിനെ 100 അസ്യൂം ചെയ്യണം. പ്രോഫിറ്റ് അപ്പോൾ 33.33 കിട്ടും. ഈ സെയിൽസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റാണ്. കോസ്റ്റിനെ നമ്മൾ 100 അസ്യൂം ചെയ്ത്, അപ്പോൾ 100ഉം 33.33 133.33. ഇനി ഈ കോസ്റ്റിൽ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എന്തിലാക്കണം? സെയിൽസിലാക്കണം. കോസ്റ്റിൽ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എന്തിലാക്കണം? സെയിൽസിലാക്കണം. എങ്ങനെ ആക്കാം? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് എങ്ങനെ ആക്കാം? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് എങ്ങനെയാണ് പിടിക്കുന്നത്? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്രയാണ്? 33.33 ഡിവൈഡ് ബൈ 133.333 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 25% കിട്ടുന്നത്. അപ്പോൾ 6,30,000 25% എടുക്കുമ്പോൾ 1,57,500 കിട്ടും ഗ്രോസ് പ്രോഫിറ്റ്. 1,57,500 കിട്ടും. അപ്പോൾ ടോട്ടൽ 8,07,500 ഡെബിറ്റിലെ ടോട്ടൽ കിട്ടി. ഇനി 8,07,500 നിന്നും 6,30,000 കുറയ്ക്കുമ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും 1,77,500. ആൻസർ ഉണ്ടോ നോക്കാം. 1,77,500 ഉണ്ട്. ഓക്കെ, കറക്റ്റ്. അപ്പോൾ എൻ്റെ ആൻസർ 1,77,500. അപ്പം നമ്മളിപ്പോൾ ഒരു 13 ചോദ്യം നോക്കി. 13 ചോദ്യത്തിലും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാനുള്ള സാഹചര്യമില്ല. നമ്മൾ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അടുത്ത ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ പർപ്പസ് ഓഫ് എസർട്ടൈനിങ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓർ അരിത്തമെറ്റിക്കൽ അഡ്ഹറൻസ് ഓർ എന്താണ് ഈക്വാലിറ്റി ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് or in order to verify the balances of ledger accounts. The trial balance is prepared for the purpose of ascertaining arithmetical accuracy of books of account ആണ് ആൻസർ. അടുത്ത നമ്മൾ കടയിൽ വാങ്ങിച്ചു വെച്ച ഗുഡ്സ് സാമ്പിളായിട്ട് കൊടുത്തു. സാമ്പിളായിട്ട് കൊടുക്കുമ്പോൾ പർച്ചേസ് കുറയണം. അത് നേരത്തെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞാണ് തോന്നുന്നത്. പർച്ചേസ് കുറയണം. പർച്ചേസിനെ സാറിന് എന്നാ ചെയ്യുന്നത്? ഡെബിറ്റ് അല്ലേ ചെയ്യുന്നത്? ഡെബിറ്റ് ഉള്ളത് കുറയണമെങ്കിൽ പർച്ചേസിനെ സാറിന് ഡെബിറ്റാണ് ചെയ്യുന്നത്. ഡെബിറ്റ് ഉള്ളത് കുറയണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. പർച്ചേസിനെ സാധാരണ ഡെബിറ്റാണ് ചെയ്യുന്നത്. ഡെബിറ്റ് ഉള്ളത് കുറയണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഞാനത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. ഡെബിറ്റ് ഉള്ളത് കൂടണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ഉള്ളത് കുറയണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ഉള്ളത് കൂടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ഉള്ളത് കുറയണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഒറ്റ വാചകത്തിൽ പറയാം. കൂടണമെങ്കിൽ സെയിം ഡയറക്ഷൻ, കുറയണമെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. പർച്ചേസിനെ നമ്മൾ ജേണലിൽ സാധാരണ ഡെബിറ്റാണ് ചെയ്യുന്നത്. 100 കിലോ അരി വാങ്ങിച്ചു, 100 കവർ സാമ്പ്രാണത്തിരി വാങ്ങിച്ചു. അതിലെ ഒരു കവർ സാമ്പ്രാണത്തിരി നാട്ടുകാർക്ക് സാമ്പിളായി കൊടുത്തു. അപ്പോൾ 100 എന്നുള്ളത് 99 ആവണം. 100 എന്നുള്ളത് എത്ര ആവണം? 99 ആവണം. അപ്പോൾ അവിടെ എന്ത് കുറയുക? പർച്ചേസ് കുറയുക. പർച്ചേസിനെ ഡെബിറ്റ് അല്ലേ ചെയ്ത് വെച്ചേക്കുന്നത്? ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കുറയണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും ചെല്ലണ്ടി? ഫ്രീ സാമ്പിൾ അക്കൗണ്ട് അറ്റ ടു അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് അറ്റ ടു പർച്ചേസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത എന്താണ്? ലിക്വിഡിറ്റി ഓർഡർ ആൻഡ് പെർമനൻറ്റ് മാർഷലിംഗ് ഓഫ് ബാലൻസ് ഷീറ്റാണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള, ആദ്യത്തെ അല്ല 2-3 ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ളതാണ്. ബാലൻസ് ഷീറ്റ് ഈസ് ദാറ്റ് മീൻസ് ദ ഗ്രൂപ്പിംഗ് ആൻഡ് ദ മാർഷലിംഗ് ഓഫ് മാർഷലിംഗ്. ഗ്രൂപ്പിംഗ് മീൻസ് put together similar nature of item under common heading. Put together similar nature of item under common heading, that is known as the grouping. For example, sundry debtors and sundry creditors. Marshalling means the order in which the assets and liabilities are recorded, that is known as the marshalling of balance sheet. That means the liquidity order and the permanent order. For marshalling of balance sheet ആണ് ആൻസർ. അടുത്ത കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ പ്രൂഡൻസ് പ്രിൻസിപ്പിളാണ്. അഭിമാനകരമായ പ്രിൻസിപ്പിളാണ്. അഭിമാനകരമായ പ്രിൻസിപ്പിളിൻ്റെ എക്സാമ്പിളാണ് സാധ്യമായ എല്ലാ നഷ്ടങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്നാൽ വരുമാനം, അംഗീകൃത വരുമാനം മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഇതൊക്കെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വെച്ച് ആൻസർ ചെയ്യാൻ വേണ്ടിയാണ്. സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് ഈസ് വിച്ച് എവർ ഈസ് ലെസ്. ഇതെല്ലാം അഭിമാനകരമായ പ്രിൻസിപ്പിളാണ്. അഭിമാനകരമായ പ്രിൻസിപ്പിളിൻ്റെ പ്രത്യേകത നമ്മുടെ കുറവുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്സ് ആണ്. അടുത്ത എറേസ് ഓൺ അക്കൗണ്ട് ഓഫ് റോങ് ബാലൻസിങ്. അപ്പം ഞാൻ അന്ന് ഇടയ്ക്ക് പറഞ്ഞാണ്, ഏത് ക്ലാസ്സാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇൻകറക്റ്റ് റെക്കോർഡിങ്ങിനാണ് എറേസ് ഓഫ് കമ്മീഷൻ. എറേസ് ഓഫ് കമ്മീഷൻ.
ഇൻകറക്റ്റ് റിക്കാർഡിങ് 400 എന്ന് എഴുതുന്നിടത്ത് പകരം 4000 എന്ന് എഴുതുന്നു, 4000 എന്ന് എഴുതുന്നതിന് പകരം 40000 എന്ന് എഴുതുന്നു. ദാറ്റ് മീൻസ് ദ ഇൻകറക്റ്റ് റിക്കാർഡിങ്, ദാറ്റ് മീൻസ് ദ റോങ് പോസ്റ്റിംഗ്, റോങ് ബാലൻസിങ്, റോങ് ടോട്ടലിങ്, ഇൻകറക്റ്റായിട്ട് കാര്യങ്ങൾ എഴുതുക. ഇതിനെ നമ്മളെന്തെന്ന് വിളിക്കുന്ന എറേഴ്സ് ഓഫ് കമ്മീഷനാണ് ആൻസർ. ഈ ചോദ്യം എല്ലാം വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. അടുത്ത 19ാമത്തെ ചോദ്യം. ഗുഡ്സ് പർച്ചേസ് ഫ്രം അനിൽ 24,000 വാസ് പാസ്ഡ് ത്രൂ ദ സെയിൽസ് ബുക്ക്. അതായത് നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസിനെ സെയിലാക്കി. ഇത് റെക്ടിഫൈ ചെയ്യുമ്പം എന്ത് ചെയ്യണം, സെയിൽസ് തെറ്റായിട്ടല്ലേ, ആടിനെ നമ്മൾ പട്ടിയാക്കിയതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എങ്ങനെ ചിന്തിക്കാം, പർച്ചേസിനെ നമ്മൾ സെയിലാക്കി, സെയിലാക്കി. അപ്പോൾ തെറ്റല്ലേ. അപ്പം സെയിലിൽ കുറയും. റെക്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, സെയിലിൽ കുറയണം, പർച്ചേസ് വീണ്ടും കൂടും. അപ്പോൾ എങ്ങനെ വരും, എൻ്റെ ഡിക്രീസ് ഇൻ ഗ്രോസ് പ്രോഫിറ്റാണ് ആൻസർ വരുന്നത്. അതായത് പർച്ചേസ് കയറി സെയിലിൽ എഴുതി, അപ്പോൾ എന്ത് കൂടും, ഇൻകം കൂടി കാണുമല്ലോ. ഇൻകം കൂടുമ്പം ഗ്രോസ് പ്രോഫിറ്റ് കൂടും. ഇൻകം കൂടുമ്പം, അതായത് പർച്ചേസ് കയറി സെയിലായിട്ട് എഴുതി, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കൂടും, സെയിൽസ് കയറി സെയിലല്ലേ എഴുതി, ഇൻകം സൈഡല്ലേ, അപ്പോൾ ഇൻകം കൂടും, ഗ്രോസ് പ്രോഫിറ്റ് കൂടും. ഇനി ഇത് റെക്ടിഫൈ ചെയ്യും എന്താണോ ചോദ്യം. അല്ലാതെ ആ റെക്ടിഫൈ എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അവിടെ തെറ്റും. അത് റെക്ടിഫൈ ചെയ്യുമ്പോൾ, തിരുത്തുമ്പോൾ എന്നാ ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പോൾ തിരുത്തുമ്പം ഈ സെയിൽസ് കൂടിയത് കുറയ്ക്കും, പർച്ചേസ് വീണ്ടും കൂടും, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ആൻസർ ഡിക്രീസ് ഇൻ ഗ്രോസ് പ്രോഫിറ്റ്. നല്ല ചോദ്യമാണ്, നല്ലതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. പേഴ്സൺ ഹു ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് മണി ഫ്രം ദ ഫെയിം. അതായത് ബിസിനസ്സിൽ നിന്നും പണം കിട്ടാനുള്ളവരെ എന്തെന്ന് വിളിക്കുന്നു, ക്രെഡിറ്റർ. ബിസിനസ്സിന് പണം അങ്ങോട്ട് കൊടുക്കാനുള്ളവരോ, ഡെപ്റ്റർ. ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ബിസിനസ്സിൽ നിന്നും പണം കിട്ടാനുള്ളവരെ ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നു. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ജേണൽ, ഇൻ ദ ലെഡ്ജർ. ലെഡ്ജറിലേക്ക് ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നതിനെ എന്തെന്ന് വിളിക്കുന്നത്, പോസ്റ്റിംഗ്. ട്രാൻസാക്ഷൻ ലെഡ്ജറിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെ എന്തെന്ന് വിളിക്കാം, പോസ്റ്റിംഗ് എന്ന് വിളിക്കാം. ഓക്കെ. അടുത്ത ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ സെൻഡ് ടു എ കസ്റ്റമർ. അതായത് നമ്മൾ വിറ്റ താറാമുട്ട തിരിച്ചു വന്നു അല്ലേടെ, വിറ്റ താറാമുട്ട തിരിച്ചു വന്നു. ഇത് സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേണിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് അതാണ് ക്രെഡിറ്റ് നോട്ട്. സെയിൽസ് റിട്ടേണിൻ്റെ മറ്റൊരു പേരെന്താണ്, റിട്ടേൺ ഇൻവേഡ് ബുക്ക്. സെയിൽസ് റിട്ടേൺ, ഇതൊക്കെ ശ്രദ്ധിച്ചോണേ. സെയിൽസ് റിട്ടേണിൻ്റെ മറ്റൊരു പേര് റിട്ടേൺ ഇൻവേഡ് ബുക്ക്. അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റ് ക്രെഡിറ്റ് നോട്ട്. ഇനി ഇത് പറഞ്ഞപ്പോൾ മറ്റേതുണ്ടോന്ന് പറഞ്ഞേക്കാം. പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക് അല്ലെങ്കിൽ ഏതാണ്, റിട്ടേൺ ഔട്ട്വേഡ് ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റ് ഡെബിറ്റ് നോട്ടാണ്. ഓക്കെ. അപ്പോൾ അതും കറക്റ്റ് ആൻസർ. എല്ലാം വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റിനകത്തൊന്നും ഇത്ര ഒരു എളുപ്പം എനിക്ക് തോന്നിയില്ല. ചില ക്വസ്റ്റ്യൻസൊക്കെ ഇച്ചിരി ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചായിരുന്നു. ഇതെല്ലാം ആവറേജ് ഉള്ളവർക്ക് എഴുതാവുന്ന ചോദ്യങ്ങളാണ്. അടുത്ത സം ഓഫ് റുപ്പീസ് 22,000 സ്പെൻഡ് ഓൺ റീപ്ലേസ്മെൻറ്റ് ഓഫ് വോൺ ഔട്ട് പാർട്ട് ഓഫ് ദ മിഷൻ. അതായത് മിഷൻ്റെ ഒരു ഭാഗം കത്തിപ്പോയത് വീണ്ടും എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ആൻസർ കിടക്കുന്നത്, ഇതിനെ വേണമെങ്കിൽ ഒരു അസംഷനിൽ വേണമെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് എഴുതാം. പക്ഷേ ഇതിൻ്റെ ആൻസറായിട്ട് കിടക്കുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ റിപ്പയർ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ നേച്ചർ ഓഫ് ഐറ്റമായിട്ടല്ല കണക്കാക്കിയിരിക്കുന്നത്, പിന്നെ എന്തായിട്ട് കണക്കാക്കിയിരിക്കുന്നത്, റിപ്പയർ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ റിപ്പയർ ആയിട്ട് കണക്കാക്കുമ്പോൾ എന്താ എക്സ്പെൻഡിച്ചറായിട്ട് ഒരു ആൻസർ, റവന്യൂ എക്സ്പെൻഡിച്ചർ. അടുത്ത പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഏതാണ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഗുഡ് വില്ലൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വിച്ച് കനോട്ട് ബി ടച്ച് ആൻഡ് സീൻ. അടുത്ത ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, വാല്യൂ ഇല്ലാത്ത അസറ്റിനെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തുവാ, കോറി, മൈൻ ഒക്കെ ഇതൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നതനുസരിച്ച്, ഇതൊക്കെ ഇതിനകത്തുള്ള എല്ലാം ഞാൻ പറയുക, മൈൻ, കോറിയൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. സ്വർണം ഇതൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനെ നമ്മളെന്ന് വിളിക്കുന്നത് ഡിപ്ലീഷൻ എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നോട്ട് ചെയ്തേക്കണം, ഇതിനെ ഡിപ്ലീഷൻ എന്ന് പറയും. പിന്നെന്തുവാണ്, ഇൻടാഞ്ചിബിൾ അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെ അമോർട്ടൈസേഷൻ എന്ന് വിളിക്കും. അതൊക്കെ വേണം നോട്ട് ചെയ്യാൻ, ചിലപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇൻടാഞ്ചിബിൾ അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെ അമോർട്ടൈസേഷൻ എന്ന് വിളിക്കും. പിന്നെന്താണ്, ഫിക്സഡ് അസറ്റ് കുറയുന്നതിനെ, ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിനെ കുറയുന്നതിനെ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കും. നോട്ട് ചെയ്തോണേ, ഞാൻ നോട്ടില്ല. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കും. ഇൻടാഞ്ചിബിൾ അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കും. പേറ്റൻ്റ്, ട്രേഡ് മാർക്ക് തുടങ്ങി ഇൻടാഞ്ചിബിൾ അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെ അമോർട്ടൈസേഷൻ എന്ന് വിളിക്കും. മൈൻ, കോറിയൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് കുറയുകയാണെങ്കിൽ അതിനെ ഡിപ്ലീഷൻ എന്ന് വിളിക്കും.
ഡിപ്ലീഷൻ എന്ന് വിളിക്കും. അതൊരു വേസ്റ്റിംഗ് അസറ്റാണ്. വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എക്സ്ട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെന്താണ്? വാല്യൂ ഇല്ലാത്ത അസറ്റിനെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്തോ. വാല്യൂലെസ് അസറ്റിനെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ഡിപ്രീസിയേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അപ്പോർഷനിങ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ അസറ്റ്സ് ഓവർ യൂസ്ഫുൾ ലൈഫ്. അതായത് അതിൻ്റെ ലൈഫിനുള്ളിൽ ഇപ്പോൾ ഒരു ടി വി നമ്മൾ വാങ്ങിച്ചു, 50,000 രൂപയ്ക്ക് ടി വി വാങ്ങിച്ചു, 10 കൊല്ലമാണ് അതിൻ്റെ കാലാവധി. 10 കൊല്ലം കഴിയുമ്പോൾ അത് കം ടു ദ സീറോ. അപ്പോൾ ആ കാലാവധിക്കുള്ളിൽ അതിൻ്റെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. മനസ്സിലായല്ലോ? ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. പിന്നെ ഡിപ്ലീഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി കറണ്ട് അസറ്റിനെ സംബന്ധിച്ചോളം അതിൻ്റെ വാല്യൂ എന്നാ ചെയ്യാം? ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാം, ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം. ചേഞ്ച് ഉണ്ടാകാം കറണ്ട് അസറ്റിനെ സംബന്ധിച്ചോളം. അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ടൊരു കണക്കാണ്. അതിൻ്റെ ഒരു നോട്ട് ഞാൻ അയക്കുന്നുണ്ട്, നോക്കുക. ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് 28,000. അപ്പം കിട്ടേണ്ടത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കാണ് നമുക്ക് അവസാനം കിട്ടേണ്ടത്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കടം. അൺഫേവറബിൾ ബാലൻസ് ഒക്കെ നേരത്തെ പറയുകയാണ്. ഒരിക്കൽ കൂടി എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി പറയുന്നു. അൺഫേവറബിൾ ബാലൻസിൻ്റെ പ്രത്യേകത, നമ്മൾ വരയ്ക്കുന്ന, അതായത് ബിസിനസ്സുകാർ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസും പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസും. ഇതാണ് അൺഫേവറബിൾ ബാലൻസ്. പാസ്ബുക്കിന് ക്രെഡിറ്റ് ബാലൻസും, ഒരിക്കൽ കൂടി, ബിസിനസ്സുകാർ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസും പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസ്. ഇതാണ് അൺഫേവറബിൾ ബാലൻസ്. ഇതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓവർ ഡ്രാഫ്റ്റ് വെച്ചുള്ള കണക്കാണ് ചോദിച്ചിരിക്കുന്നത്. അവർ 27, 28 ഒന്ന് നോക്കാം ആൻസർ. ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് 28,000. ഇനി ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. ചെക്ക് ആർക്കോ പൈസ കൊടുക്കാനുണ്ട്, അവർക്ക് ചെക്ക് കൊടുത്തു, പക്ഷേ അത് മാറിയിട്ടില്ല. 14,000 ആണ് അതിൻ്റെ എമൗണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത്, കടമില്ലയോ നിൽക്കുന്നേ? പാസ്ബുക്കിൽ ഈ ചെക്ക് കൂടെ മാറിയായിരുന്നെങ്കിൽ കടം കൂടിയേനെ. ശ്രദ്ധിക്കണേ. പാസ്ബുക്കിൽ ആർക്കോ ശ്രദ്ധിക്കുക, ഒരു മിനിറ്റ് മനസ്സേകാഗ്രമായി ചിന്തിക്കുക. ആർക്കോ നമ്മളൊരു ആകപ്പാടെ കടത്തി നിൽക്കുമോ? അതോടെ ആലോചിച്ചോണേ. കടത്തി നിൽക്കുവാണേ. അപ്പോൾ നമ്മൾ ആർക്കോ ഒരു ചെക്ക് കൊടുത്തു, ആ ചെക്ക് എന്ത് ചെയ്തിട്ടില്ല? അവർ കൊടുത്തിട്ടില്ല, ഇതുവരെ മാറിയിട്ടില്ല. മാറിയായിരുന്നെങ്കിൽ പാസ്ബുക്കിലെ കടം കൂടിയേനെ. പക്ഷെ മാറാത്തത് കൊണ്ട് പാസ്ബുക്കിലെ കടം കുറഞ്ഞിരിക്കുക. പാസ്ബുക്കിലെ കടം കുറഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ മറ്റേത് ഓപ്പോസിറ്റ് പറയാം. ക്യാഷ് ബുക്കിലെ കടം കൂടി നിൽക്കുക. ശ്രദ്ധിച്ചോണേ. ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, ഒന്നുകൂടെ പറയാം. ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്കാണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അവസാനം കിട്ടേണ്ടത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കാണ് കിട്ടേണ്ടത്. പറയാൻ പോവുക. സാധാരണ മിക്ക അധ്യാപകരും ഇത് ഇന്നത് ആഡ് ചെയ്യണം, ലെസ് ചെയ്യണമെന്നൊക്കെ കാണാൻ പഠിപ്പിക്കുകയാണ്. ഞാൻ ഇന്നേ വരെ കാണാൻ പഠിച്ചിട്ടില്ല. ചിന്തിച്ച് ചെയ്യത്തേ ഉള്ളൂ. നിങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് 28,000 ബേസ് ആയിട്ട് എടുത്തു. ഇനി നമ്മൾ അന്നേരം തന്നെ ചിന്തിക്കണം, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കാണ് ലാസ്റ്റ് കിട്ടേണ്ടത്. നിങ്ങൾ ചിന്തിക്കണം. പറയട്ടെ, ആർക്കോ ഒരു ചെക്ക് കൊടുത്ത് അവർ എന്തായാലും മാറിയിട്ടില്ല. മാറിയായിരുന്നെങ്കിൽ പാസ്ബുക്കിലെ കടം എന്ത് ചെയ്തേനെ? അപ്പാടെ കടത്തി നിൽക്കുകയാണല്ലോ. പാസ്ബുക്കിലെ കടം കൂടിയേനെ. മാറാത്തത് കൊണ്ട് പാസ്ബുക്കിലെ കടം കുറഞ്ഞു നിൽക്കുക. പാസ്ബുക്കിലെ കടം കുറഞ്ഞ് നിൽക്കുക നമ്മൾ തീരുമാനം എടുത്തല്ലേ. അങ്ങനെയാണെങ്കിൽ മറ്റേത് ഓപ്പോസിറ്റ് പറയാം. ക്യാഷ് ബുക്കിലെ കടം കൂടി നിൽക്കുക. അവസാനം കിട്ടേണ്ട ഏതാ? ക്യാഷ് ബുക്കിലെ കടമില്ലയോ? അതെങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞേ? കൂടി നിൽക്കുക. ക്യാഷ് ബുക്കിലെ കടം എങ്ങനെ നിൽക്കുകയാണ്? അവസാനം കിട്ടേണ്ടത് ക്യാഷ് ബുക്കിലെ കടമാണ്. കൂടി നിൽക്കുകയാണ്. എന്ത് ചെയ്യണം? കൂടി നിൽക്കുകയാണെങ്കിൽ ആഡ് ചെയ്യണം. ഒരിക്കൽ കൂടി, ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്സ് 28,000. ആർക്കോ നമ്മളൊരു ചെക്ക് കൊടുത്തു, ആ ചെക്ക് അവർ മാറിയിട്ടില്ല. മാറിയായിരുന്നെങ്കിൽ പാസ്ബുക്കിലെ കടം കൂടിയേനെ. മാറാത്തതുകൊണ്ട് പാസ്ബുക്കിലെ കടം കുറഞ്ഞു നിൽക്കുക. പാസ്ബുക്കിലെ കടം കുറഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ മറ്റേത് ഓപ്പോസിറ്റ് പറയാം. ക്യാഷ് ബുക്കിലെ കടം കൂടി നിൽക്കുക. അവസാനം കിട്ടുന്നത് ക്യാഷ് ബുക്കിലെ കടമാണ്. അത് കൂടി നിൽക്കുകയായതുകൊണ്ട് ആഡ് ചെയ്തു. ഓക്കെ, 14,000 ആഡ് ചെയ്തു. അടുത്ത നമുക്കൊരു ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കളക്ട് ചെയ്തില്ല. ഡിപ്പോസിറ്റ് ചെയ്ത് കളക്ട് ചെയ്തായിരുന്നെങ്കിൽ പാസ്ബുക്കിലെ കടം കുറഞ്ഞേനെ, അല്ലയോ? നമുക്ക് കിട്ടിയ ചെക്കാണ്. ശ്രദ്ധിക്കണേ, അവിടെ ഡൗട്ട് ഉണ്ടാവരുത്. കിട്ടിയ ചെക്ക് ബാങ്കിൽ കൊടുത്തു. അത് കളക്ട് ചെയ്തായിരുന്നെങ്കിൽ പാസ്ബുക്കിലെ കടം, ശ്രദ്ധിച്ചോ, പാസ്ബുക്കിലെ കടം എന്ത് ചെയ്തേനെ? കുറഞ്ഞേനെ. പക്ഷേ ഇത് കളക്ട് ചെയ്യാത്തതുകൊണ്ട് പാസ്ബുക്കിലെ കടം എങ്ങനെ നിൽക്കുക? കൂടി നിൽക്കുക. പാസ്ബുക്കിലെ കടം കൂടി നിൽക്കുകയാണ് എന്ന തീരുമാനമായല്ലോ. അങ്ങനെയാണെങ്കിൽ മറ്റേത് ഓപ്പോസിറ്റ് പറയാം. ക്യാഷ് ബുക്കിലെ കടം കുറഞ്ഞ് നിൽക്കുക. അവസാനം കിട്ടേണ്ട ഏതാ? ക്യാഷ് ബുക്കിലെ കടമില്ലയോ? അപ്പം ലെസ് ചെയ്യണം. ചെക്ക് നോട്ട് കളക്റ്റഡ്. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റിന് പലിശ ഈടാക്കി.
ഓവർ ഡ്രാഫ്റ്റിനെ പലിശ ഈടാക്കുമ്പോൾ പാസ്ബുക്കിലെ കടം കൂടും, കൂടത്തില്ലേ? ഓവർ ഡ്രാഫ്റ്റിനെ പലിശ ഈടാക്കുമ്പോൾ പാസ്ബുക്കിലെ കടം കൂടും. പാസ്ബുക്കിലെ കടം കൂടിയാൽ മറ്റേത് ഓപ്പോസിറ്റ് പറയാമല്ലോ, ക്യാഷ് ബുക്കിലെ കടം കുറയും. അവസാനം കിട്ടേണ്ട ഏതാ? ക്യാഷ് ബുക്കിലെ കടമില്ലയോ? എങ്ങനെയൊക്കെ അത് കുറഞ്ഞിരിക്കുമല്ലയോ? അപ്പോൾ ഇത് ലെസ് ചെയ്യണം. ഇപ്പോൾ 2 ലെസ് ചെയ്യുമ്പോൾ അവസാന ആൻസർ 29,800 ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. ആൻസർ ഉണ്ടോ നോക്കുക, 29,800. അടുത്ത ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഈ 29,800 കാണിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഡ്യൂ 1,200 കാണിക്കണം. അപ്പം 31,000 വരും ആൻസർ. 31,000. അപ്പോൾ 29,800 1,200 കൂട്ടുമ്പോൾ 31,000. ഈ 31,000 എങ്ങനെ വന്ന ആൻസർ? ഓവർ ഡ്രാഫ്റ്റ് നമ്മളെപ്പോഴും ബാലൻസ് ഷീറ്റിൻ്റെ കേസിൽ കാണിക്കുന്നത്, ലയബിലിറ്റീസിലല്ലേ കാണിക്കുന്നത്. അപ്പോൾ ആസ് പെർ ക്യാഷ് ബുക്ക് 29,800 പിന്നെ ഈ 1,200. ഈ 1,200 എങ്ങനെ കാര്യം? ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഡ്യൂ, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഡ്യൂ എന്നുള്ള മീനിങ്ങിലാണ്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഡ്യൂ. അപ്പോൾ 1,200. അപ്പോൾ 29,800 1,200 എത്രയാണ്? 31,000. അടുത്തൊരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണക്കാണ്. അത് ഞാൻ എൻ്റെ ആൻസർ അയക്കുന്നുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 50,000. പർച്ചേസിൽ നിന്നും റിട്ടേൺ ഉണ്ടെങ്കിൽ കുറയ്ക്കണം. ഇവിടെ റിട്ടേൺ ഇല്ല, എന്നാലും ഞാൻ ചുമ്മാ എഴുതിയിട്ടുണ്ട്. റിട്ടേൺ കുറച്ചു. സെയിൽസിൽ നിന്ന് റിട്ടേൺ കുറയ്ക്കണം. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഞാൻ എളുപ്പവഴിക്ക് അന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു. ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എക്സ്പെൻസ്, മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എക്സ്പെൻസ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എക്സ്പെൻസ്, മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ, ഇതെല്ലാമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ലെസ് റിട്ടേൺ, ഗ്യാസ്, വാട്ടർ, വേജസ്, പവർ, ഫ്യൂവൽ, റോയൽറ്റി, ദാറ്റ് ആർ ദ ഐറ്റംസ്. Manufacturing wages or factory expenses and other direct expenses, that are the items debited under trading accounts. What are the items credited under trading accounts? That means the sales less retain and the closing stock. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 1,30,000. ആൻസർ 1,30,000 ആണ്. അടുത്ത നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു കാര്യം ഒന്ന് പറഞ്ഞേക്കാം. Under profit and loss accounts, all indirect expenses are considered. Expenses are debited, incomes are credited. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് പരിഗണിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഐറ്റം എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ സാലറി എഴുതി, സാലറിയുമായി ബന്ധപ്പെട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഞാനത് ഇടയ്ക്ക് പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറയുന്നു. റിലേറ്റഡ് എക്സ്പെൻസിനൂടെ ആഡ് ചെയ്യണം. റിലേറ്റഡ് എക്സ്പെൻസിനൂടെ ആഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. റിലേറ്റഡ് എക്സ്പെൻസിനൂടെ ആഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി. അപ്പം 19,000, 3,000, 22,000. അടുത്ത എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, പ്രീപെയ്ഡ്, അത് റിലേറ്റഡ് എക്സ്പെൻസിൽ നിന്ന് ലെസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ്. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ എല്ലാ ഇഫക്റ്റ് രണ്ടിടത്ത് വരും. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ എല്ലാ ഇഫക്റ്റ് രണ്ടിടത്ത് വരും. അപ്പോൾ റെൻറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് എഴുതണം. 14,000. അടുത്ത ഡിപ്രീസിയേഷൻ, ഫർണിച്ചറിന് 70,000 × 10/100. ഫർണിച്ചർ ഞാൻ അവിടെ എഴുതിയില്ല, നിങ്ങൾ എഴുതി ചേർത്തോണം. ഡിപ്രീസിയേഷൻ 70,000 × 10/100 7,000. ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റ് 60,000. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിന് ആൻസർ കിട്ടി. അടുത്ത ക്യാപിറ്റൽ ഓഫ് എ ട്രേഡർ. അവിടെ ഞാൻ ക്യാപിറ്റലും ടോട്ടൽ അസറ്റ് സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റ് അങ്ങ് വരച്ചേക്കാണ്. ബാലൻസ് ഷീറ്റ് ക്യാഷ് ഇൻ ഹാൻഡ്, സൺഡേ ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, റെൻറ്റ്, അതായത് എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എന്ന് പറയുന്ന അസറ്റാണ്. അസറ്റ് സൈഡിൽ 1000. അസറ്റ് സൈഡ് എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം. ആ റെൻറ്റിൻ്റെ ആ 14,000 കയറി എഴുതി കളയരുത്. ആ പ്രീപെയ്ഡിൻ്റെ അല്ലെങ്കിൽ ആ പെയ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ എമൗണ്ട് മാത്രമേ എഴുതാവൂ. ഫർണിച്ചറിൽ നിന്ന് എന്തോ കുറയ്ക്കണം, ഡിപ്രീസിയേഷൻ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ എല്ലാ ഇഫക്റ്റ് ബാലൻസ് ഷീറ്റിലും വരണം. ഫർണിച്ചറിൽ നിന്ന് ലാസ്റ്റ് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ 63,000. അപ്പോൾ 2,16,000. അടുത്ത സാലറി ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് വരുന്നത് 3,000. സൺഡ്രി ക്രെഡിറ്റേഴ്സ് 60,000. ക്യാപിറ്റലിലൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ഡ്രോയിങ്സ് ലെസ് ചെയ്യുക, 1,53,000. അപ്പം എന്തായിരുന്നു ഇവിടെ ചോദ്യം? എന്തായിരുന്നു? ക്യാപിറ്റലിൻ്റെ ആൻസർ മാത്രം ചോദിച്ചേക്കുന്നത് 1,00,000. അപ്പോൾ ഇത് വേണേൽ ബാലൻസ് ഷീറ്റ് നിങ്ങൾ റഫായിട്ട് വരച്ചോ, 1,53,000. ടോട്ടൽ അസറ്റിൻ്റെ ആൻസർ ചോദിക്കുമ്പോൾ എന്താ? അസറ്റ് ലയബിലിറ്റി എപ്പോഴും ഈക്വൽ ആയിരിക്കുമല്ലോ, 2,16,000. അപ്പോൾ 32 ചോദ്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശമൊക്കെ വാല്യുബിളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് മൊത്തത്തിൽ 1-2 കാര്യങ്ങൾ പറയുന്നതായിരിക്കും. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പൂർണ്ണമായും പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബാലൻസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.